ഹായ് എവ്രി വൺ. മിനുവിന് കിട്ടുന്ന വലിയൊരു സർപ്രൈസാണ് കേട്ടോ ഈ കാണുന്നത്. ആക്ച്വലി ഞങ്ങൾ വെക്കേഷൻ ഓൾമോസ്റ്റ് തീരാനായല്ലോ, 1 വീക്ക് കൂടി ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ് ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് ഒന്ന് പോകാം, അതായത് ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യാനായിട്ട് നമ്മളും നമ്മുടെ ഏട്ടനും ഏടത്തിയും ആയിട്ട് ഒരുമിച്ച് നമുക്ക് പോകാം എന്നുള്ളത്, പിള്ളേരുമായിട്ട്. പക്ഷെ നമ്മൾ മിന്നുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരും ജോയിൻ ചെയ്യും എന്നുള്ള കാര്യം. സോ ഇറ്റ് വാസ് എ വെരി എന്താ പറയുക, പ്ലസൻറ്റ് സർപ്രൈസ് ഫോർ ഹർ. ഷി വാസ് ടോട്ടലി ഷോക്ക്ഡ്. പിന്നെന്താ, നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഓൺ ദ വേ നമ്മൾ കോഫി ഹൗസിൽ നിർത്തി ലഞ്ചും കഴിച്ചു. ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ റിസോർട്ടെത്തി. പുന്നമട റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത ആലപ്പുഴയിൽ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, ഞാൻ പാർട്ട് ബൈ പാർട്ട് എല്ലാം ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമേ തന്നെ നമ്മളവിടെ എത്തി വെൽക്കം ഡ്രിങ്ക് നമ്മൾ എല്ലാവരും കുടിച്ചു. പിന്നെ ഇത് ആ ഒരു റിസപ്ഷൻ ഏരിയയും ആ പുറത്തൊക്കെ ഏരിയയാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ ബാഗൊക്കെ ആയിട്ട് റൂമിലേക്ക് പോയി. അപ്പോൾ കുട്ടികളും അവരുടെ ബാഗ്സും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ അങ്ങ് പോയി. അപ്പോൾ അതും അവർക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ പോയി. നമ്മൾ പൂൾ സൈഡ് വില്ലയാണ് കേട്ടോ റൂമാണ് സെലക്ട് ചെയ്തത്. ഇവർക്ക് ഗാർഡൻ വ്യൂ ഉള്ളതുണ്ട്, പൂൾ സൈഡ് ഉള്ളതുണ്ട്, അങ്ങനെ ലേക്ക് വ്യൂ വരുന്നത് ഒക്കെ ഉണ്ട്, വില്ലാസ് ഉണ്ട്. നമ്മളിങ്ങനെ രണ്ടെണ്ണമാണ്, ഇത് രണ്ടെണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്തത്, പൂൾ സൈഡുള്ളത്. ആൻഡ് നമുക്കെന്താണെന്ന് വെച്ചാൽ നേരെ ഇറങ്ങിയാൽ തന്നെ പൂളായി, പിന്നെ നേരെ നടന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കായലായി. ഇതാണ് നമ്മുടെ റൂം. ഹെറിറ്റേജ് റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ റൂം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ തന്നെ ഡ്യൂപ്ലെക്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം 2-3 ഫാമിലീസൊക്കെ ഒരുമിച്ചൊക്കെ വരികയാണ്, അങ്ങനെ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. സോ ഇതാണ് നമ്മുടെ റൂം, ഇതാണ് ബെഡ് ആൻഡ് ഓൾ. പിന്നെ നല്ല സ്പേഷ്യസ് ആയ റൂമാണ്. ആവശ്യത്തിന് ലൈക്ക് ഓപ്പൺ ബാത്റൂം ഒക്കെ ഓപ്പൺ ആണ് ആക്ച്വലി. ആൻഡ് നല്ലൊരു വിൻറ്റേജ് ഫീലാണ് കേട്ടോ റൂമിനൊക്കെ. ഈ വാതിൽ, ഈ കൂട്ട്, ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. നമ്മൾ പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇച്ചിരി വൈകിപ്പോയായിരുന്നു. അപ്പോൾ പിന്നെ ഓൾറെഡി ഈ മഴ സമയമായതുകൊണ്ട് ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ ഇടയ്ക്ക് നിൽക്കും. അപ്പം നല്ല സുഖമായിരുന്നു അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തന്നെ. നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു വൈബായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതിപ്പം റൂം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ആ കായലിൻ്റെ അടുത്തേക്കൊന്ന് നമുക്ക് പോകാം. എനിക്ക് ഞാൻ പോയി കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ വൺ ഓഫ് ദ പ്ലേസസ് ഇതാണ് കേട്ടോ. നല്ല രസം, അതായത് അവിടെ എത്ര നേരം ഇരുന്നാലും എനിക്ക് മതിയാവില്ല നമുക്ക്, അത്രയ്ക്ക് ഭംഗിയായിരുന്നു. കുറേ ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പോണതും വരുന്നതും ഒക്കെ കാണാം, സ്പീഡ് ബോട്ടും ഒക്കെ കാണാം നമുക്ക്.
പിന്നെ ആ വെതർ ഭയങ്കര കോസി ഫീലിംഗ് ആയിരുന്നു കേട്ടോ. നമ്മളവിടുന്ന് കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു റൂമിൽ പോയി ചേഞ്ച് ചെയ്തിട്ട് പൂളിലേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മഴയും തുടങ്ങി. മഴയും ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു വിൽ വെയിറ്റ്. അപ്പോഴാണ് എനിക്ക് വലിയൊരു സർപ്രൈസ് കിട്ടിയത്. അതായത് ഇങ്ങനെ ഇരുന്ന് വെറുതെ ഓരോ റീലും ഇതൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ആ സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ ആനിവേഴ്സറീൻ്റെ കേക്ക് കട്ടിങ് കേട്ടോ. ആക്ച്വലി ഞങ്ങളുടെ ആനിവേഴ്സറി കഴിഞ്ഞു, 10th ആനിവേഴ്സറി ആയിരുന്നു. ബട്ട് ഡ്യൂ ടു സം റീസൺസ് ഞങ്ങൾക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു വിചാരിച്ച പോലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇച്ചിരി ദിവസമൊക്കെ ആയാലോ എന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിൽ നിന്ന് തലേന്നൊക്കെ അത് പോയി. പക്ഷേ ഹസ്ബൻഡിന് അത് ഉണ്ടായിരുന്നു മനസ്സിൽ. ആൻഡ് ഹീ പ്ലാൻഡ് ഏടത്തീൻ്റെ ഹെൽപ്പിൻ്റെ കൂടെ. ആൻഡ് അവർ രണ്ടുപേരും അത് അടിപൊളിയാക്കി. ടോട്ടലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി ആദ്യമായിട്ട് അങ്ങനെ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഐ വാസ് വെരി ഹാപ്പി. അങ്ങനെ വിചാരിക്കാണ്ട് നമ്മൾ പറയില്ല, കുറേ സന്തോഷമൊക്കെ അങ്ങനെ ആയി. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങി. പിന്നെ കുറേ നേരം പൂളിലായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് പോയി. ഡിന്നറിന് റൈസും കറിയൊക്കെയാണ് പറഞ്ഞത്. ഓരോരുത്തർ ഓരോ ഇഷ്ടമുള്ളത് പറഞ്ഞു. ഡിന്നറൊക്കെ കഴിച്ച് അവിടെ തന്നെ നമ്മൾ പുറത്ത് കുറേ നേരം ഇരുന്നു, സംസാരിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാനും ഏട്ടത്തിയും നേരത്തെ എണീറ്റു. ഞങ്ങളവിടെ ഇരുന്ന് കുറേ നേരം വീണ്ടും പോയിരുന്ന് സംസാരിച്ചു. കുറേ റീൽസ് എടുത്തു, വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവിടെ ഇരുന്ന് ആ ഒരു മൂമെൻറ്റ് ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ പതുക്കെ കുട്ടികൾ എണീറ്റു, നന്നായിട്ട് അവർ എണീറ്റു. അവരായിട്ട് അവിടെ പോയിരുന്ന് ആ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഒരു കാര്യമായിരുന്നു, ഇവർക്ക് ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ട് ഇവർക്ക്. അപ്പം അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നടന്ന് നമ്മളെല്ലാവരും കൂടെ രാവിലെ എന്നിട്ട് ഇൻഡോർ പ്ലേ ഏരിയയിലേക്ക് പോയി. അവിടെ പോയി ഇച്ചിരി നേരം കളിക്കുകയൊക്കെ ചെയ്തു. കളിച്ചിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ബുഫേ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ വീണ്ടും ഇച്ചിരി നേരം അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് റൂമിലേക്ക് വന്ന് കുളിച്ച് റെഡി ആയിട്ടാണ് നമ്മൾ എന്നിട്ട് പതുക്കെ ഇറങ്ങേണ്ട ഒരു സമയമായല്ലോ. അപ്പോൾ പതുക്കെ ഇറങ്ങി ഇഷ്ടംപോലെ യൂഷ്വൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ എൻജോയ് ചെയ്ത് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കുറേ ഇവിടെ ഇരുന്ന് ഈ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു ബോട്ടിങ്ങിന് പോകണം എന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ബോട്ടിങ്ങിന് പോയായിരുന്നു നമ്മൾ. അങ്ങനെ അതിൻ്റെ വീഡിയോസ് ഷോർട്സൊക്കെ നിങ്ങൾ എൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. സോ ഇങ്ങനെയായിരുന്നു ഈ ഒരു നമ്മുടെ ഒരു സ്റ്റേക്കേഷൻ. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു പിള്ളേരും നമ്മളും. നല്ലൊരു മെമ്മറി ഉണ്ടാക്കാൻ പറ്റി വെക്കേഷൻ തീരുന്ന മുമ്പ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി അങ്ങോട്ടേക്ക് ഇച്ചിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റേയിൻ്റേത്. So yeah, thank you so much for watching.